പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു PDF ഫയലിലോട്ട് എങ്ങനെയാണ് സിഗ്നേച്ചർ ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. വേറൊരു ആപ്ലിക്കേഷൻ്റെയും സഹായം ആവശ്യമില്ലാതെ ഓൺലൈനായിട്ട് വെബ്സൈറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ പലപ്പോഴും PDF ഫയലുകളിൽ സിഗ്നേച്ചർ ആഡ് ചെയ്യേണ്ട സന്ദർഭം വരുന്ന സമയത്ത് ആ PDF ഫയൽ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം ആ പ്രിൻ്റ് ഔട്ടിൽ സൈൻ ഇട്ടതിന് ശേഷം ആ ഫയലിനെ സ്കാൻ ചെയ്തിട്ട് വീണ്ടും PDF ഫയലാക്കി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ ഇനി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സജ്ദ PDF എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സജ്ദ PDF എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പച്ച കളർ ലോഗോയാണ് സജ്ദ PDFൻ്റെ. ഇതിൽ ഫ്രീ ആയിട്ടുള്ള PDF ടാസ്കുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. PDF ഫയലുകൾ എഡിറ്റ് ചെയ്യാനും PDFിലെ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാനും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ സിഗ്നേച്ചർ ആഡ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇതിൽ എഡിറ്റ് എ PDF ഡോക്യുമെൻറ്റ് ഇറ്റ്സ് ഫ്രീ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ലോഡ് PDF ഫയൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈലിലുള്ള PDF ഫയൽ ഇതിലോട്ട് ഓപ്പൺ ചെയ്തെടുക്കുക. പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള PDF ഫയലാണെങ്കിൽ പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടി വരും. ഇനി പാസ്വേഡ് ഒന്നും ഇല്ലാത്ത ഫയലാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഫയൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെബ്സൈറ്റിൽ ഡെസ്ക്ടോപ്പ് സൈറ്റിലോട്ട് മാറ്റിയിടുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ നമുക്ക് PDF ഫയൽ മാറ്റാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം ഓരോ PDF ഫയലിൻ്റെയും സൈഡിൽ കാണുന്ന സൂമിനും സൂം ഔട്ടും യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ കറക്റ്റായിട്ട് സിഗ്നേച്ചർ ഇടാനുള്ള പൊസിഷൻ ഏതാണ് എന്നുള്ളത് കണ്ടെത്തുക. അതിനുശേഷം മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ധാരാളം ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഇമേജസ് എന്നുള്ളതിന് തൊട്ടരികെ തന്നെയായിട്ട് ഒരു സിഗ്നേച്ചറിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ടൈപ്പ് ചെയ്തുകൊണ്ടുള്ള സിഗ്നേച്ചർ നമുക്ക് ആഡ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിന് ശേഷം അടിഭാഗത്ത് ധാരാളം ഫോണ്ടുകൾ കാണാൻ സാധിക്കുന്നതാണ് സിഗ്നേച്ചറുകളുടെ. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് സിഗ്നേച്ചർ ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ലാതെ സിഗ്നേച്ചർ ഡ്രോ ചെയ്ത് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡ്രോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇടേണ്ട സിഗ്നേച്ചർ ഈ സ്ക്രീനിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇവിടെ കറക്റ്റായിട്ട് സിഗ്നേച്ചർ ഇട്ട് കൊടുത്തതിന് ശേഷം സേവ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം PDFൻ്റെ ഏത് ഭാഗത്താണോ സിഗ്നേച്ചർ ആഡ് ചെയ്യേണ്ടത് ആ ഭാഗത്ത് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സിഗ്നേച്ചർ അവിടെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതിനുശേഷം അത് മൂവ് ചെയ്ത് കറക്റ്റായിട്ടുള്ള സ്ഥലത്തോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇതിൻ്റെ സൈസ് കുറയ്ക്കാം, സൈസ് കൂട്ടാം. ഇനി ആ സിഗ്നേച്ചർ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിഗ്നേച്ചറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് എന്ന് പറയുന്ന ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനി സിഗ്നേച്ചർ ആഡ് ചെയ്യാനുള്ള അടുത്ത രീതിയാണ് പറഞ്ഞു തരുന്നത്. അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന സിഗ്നേച്ചറുകൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സിഗ്നേച്ചറുകളുടെ ഒറിജിനൽ ടൈപ്പ്, ട്രാൻസ്പെറൻറ്റ് B എന്നിങ്ങനെ ടൈപ്പുകളായിട്ട് കാണാൻ സാധിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നേച്ചർ ആഡ് ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി അതേപോലെ തന്നെ അടുത്തൊരു ഓപ്ഷനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ക്യാമറ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സിഗ്നേച്ചറിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് സിഗ്നേച്ചർ ഫ്രീ ആയിട്ട് PDF ഫയലിൽ ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം ആ സിഗ്നേച്ചർ PDF ഫയലിലോട്ട് ആഡായി ചേഞ്ച് ആയിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് അപ്ലൈ ചേഞ്ചസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ യുവർ ഡോക്യുമെൻറ്റ് ഈസ് റെഡി എന്ന് എഴുതിയതിന് ശേഷം യുവർ ടാസ്ക് കംപ്ലീറ്റ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് കാണും. അതിന് സൈഡ് ഭാഗത്തായിട്ട് ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും. അതിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് PDF ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ആ PDF ഫയലിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സിഗ്നേച്ചർ ആഡായിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ രീതിയിലാണ് ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് സിഗ്നേച്ചർ PDF ഫയലിലോട്ട് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.